അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 6-ാം ക്ലാസ്സിന്റെ താരീഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. അപ്പോൾ നമുക്ക് ആദ്യം ആ ബ്രാക്കറ്റിലുള്ളതൊന്ന് വായിച്ചു നോക്കാം. ഔസത്ത്, ഷെയ്ബാൻ, അൻബാർ, നെഹ്റുവാൻ, ബസുറ, മുവത്ത. ഒന്നാമത്തത് ഇമാം അബുൽ ഹസനിൽ അഷ്അരി റളിയല്ലാഹു അൻഹു ജനിച്ച സ്ഥലം എവിടെയാണ്? ബസ്വറ. അപ്പോൾ അവിടെ ബസ്വറ എന്ന് എഴുതി കൊടുക്കുക. ബ്രാക്കറ്റിൽ നിന്നും ബസ്വറ എന്നുള്ളത് എടുത്ത് എഴുതുക. രണ്ടാമത്തത് ഇമാം അഹ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഗോത്രം ഏതാണ്? ഷെയ്ബാൻ. 3. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒറ്റ രാത്രി കൊണ്ട് ഹിഫ്ളാക്കിയ കിതാബ് ഔസത്ത്. 4. ഇമാം മാലിക് റഹിമഹുല്ലാഹുവിന്റെ ഹദീസ് സമാഹാരം ഏതാണ്? മുവത്ത. 5. ഇമാം അബു ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹുവിന്റെ ജനന സ്ഥലം അംബാർ. 6. അലി റളിയല്ലാഹു അൻഹു ഖവാരിജുകളോട് യുദ്ധം ചെയ്ത സ്ഥലം നെഹ്റുവാൻ. ഇനി രണ്ടാമത്തെ ഭാഗം ശരിയായതിന് ശരി അടയാളപ്പെടുത്താം. 5ഓളം ചോദ്യങ്ങളും ഓരോ ചോദ്യത്തിനും 3 ഉത്തരങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പൊ ഏതാണോ ശരിയായ ഉത്തരം അതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, ഒരു ജൂത പ്രമാണി നഹാവന്ത്, ഹൽവാൻ, മുറഹബ്. ആരാണ്? മുറഹബാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 2. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു. അപ്പൊ ആരൊക്കെയാണ്? തൂസ്, ഹിമാർ, ഖുദാർ. ആരാണ്? ഹിമാറാണ്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത് ബിഉറു റൂമ, കിണർ, പുഴ, തോട്. ഏതാണ്? കിണറാണ്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 4. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തിയ അബൂ ലുഅ്ലുഅ യഹൂദി, മജൂസി, മുഅ്തസിലി. ആരാണ്? മജൂസിയാണ്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 5. ഹിജ്റ 15 നടന്ന യുദ്ധം സിഫീൻ, ജമൽ, ഖാദിസിയ. ഏതാണ്? ഖാദിസിയാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം പേര് എഴുതാം എന്നുള്ളതാണ്. 1. ഇമാമുൽ ഹുദ എന്ന പേരിൽ അറിയപ്പെട്ട ഇമാം ആരാണ്? ഇമാം അബൂ മൻസൂരിൽ മാതുരീദി റഹിമഹുല്ലാഹ്. 2. ഉസൂലുൽ ഫിഖ്ഹിൽ ആദ്യമായി കിതാബ് രചിച്ച ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്. 3. മദ്ഹബിന്റെ ഇമാമുകളിൽ വസ്ത്ര വ്യാപാരി ആയിരുന്നവർ ആരാണ്? ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ്. 4. ഇൽമുൻ നഹ്വിന് തുടക്കം കുറിച്ച ഖലീഫ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവസാനത്തെ ചോദ്യം, 4 ഖലീഫമാരിൽ സ്വാഭാവിക മരണം വരിച്ചവർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വാഭാവികമായി മരണം വരിച്ചതാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇനി 4ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, രാത്രിയെ 3ആയി ഭാഗിച്ച ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ആ ഭാഗങ്ങളെ എന്തിന് നീക്കിവെച്ചു? 1. ഇൽമിനും, 2 ഉറക്കിനും, 3 നിസ്കാരത്തിനും. രണ്ടാമത്തെ ചോദ്യം, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഫത്വ നൽകാൻ തുടങ്ങിയത് എന്തിന്റെ ശേഷമാണ്? ഉത്തരം 70 പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തി അനുവാദവും അംഗീകാരവും നൽകിയതിന് ശേഷം.
മൂന്നാമത്തെ ചോദ്യം, ഖവാരിജുകളുടെ വാദം എന്തായിരുന്നു? ഉത്തരം, അല്ലാഹുവിനെയല്ലാതെ മറ്റാരെയെങ്കിലും മധ്യസ്ഥരാക്കുന്നത് മതപരമായി ശരിയല്ല എന്നായിരുന്നു അവരുടെ വാദം. ഒന്നുകൂടെ നോക്കാം. അല്ലാഹുവിനെയല്ലാതെ മറ്റാരെയെങ്കിലും മധ്യസ്ഥരാക്കുന്നത് മതപരമായി ശരിയല്ല എന്നായിരുന്നു അവരുടെ വാദം. 4. ഖത്താബിന്റെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതെന്ത്? ഉത്തരം, താങ്കൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ശൈത്താൻ അവിടം വിട്ട് മറ്റൊരു വഴിക്ക് പോകും. ഇനി അഞ്ചാമത്തത്, 2 വീതം എഴുതാം. അവിടെ 4 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒന്നാമത്തത് നോക്കാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസുകൾ റിവായത്ത് ചെയ്തവർ. ഒന്ന് ഇമാം ബുഖാരിയും രണ്ടാമത്തത് ഇമാം മുസ്ലിം റഹിമഹുമുല്ലാഹ്. ഇനി രണ്ടാമത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ പരിഷ്കാരങ്ങൾ. ഒന്ന്, ജുമയുടെ 1-ാം ബാങ്ക് നടപ്പിലാക്കിയത്, പോലീസ് സേന രൂപീകരിച്ചത്, മുഅദ്ദിനുകൾക്ക് വേതനം നടപ്പിലാക്കിയത്, ഖുർആനിന്റെ പല കോപ്പികളും തയ്യാറാക്കിയത്. ഏതെങ്കിലും 2 അവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തെ ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന പരിഷ്കരണങ്ങൾ. ഹിജ്റ കലണ്ടർ ആവിഷ്കരിച്ചു, ബൈത്തുൽ മാൽ സ്ഥാപിച്ചു, ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ചു. നാലാമത്തത്, കള്ള പ്രവാചകന്മാർ 2 മാത്രം എഴുതി കൊടുക്കുക. ആരൊക്കെയാണ്? മുസൈലിമത്തുൽ കദ്ദാബ്, അസ്വദുൽ അനസി, തുലൈഹത്തു ബിനു ഖുവൈലിദുൽ അസദി, സജാഹ്. ഇനി 6ാമത്തെ ഭാഗമാണ് ഭരണകാലം എഴുതാം. വർഷം, മാസം. ഒന്ന്, ഉമർ റളിയല്ലാഹു അൻഹു 10.5 വർഷം. ഇനി അലി റളിയല്ലാഹു അൻഹു 4 വർഷവും 9 മാസവും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു 10.5 വർഷം മാത്രമാണ്, അലി റളിയല്ലാഹു അൻഹു 4 വർഷവും 9 മാസവും. ഇനി അവസാനത്തെ ചോദ്യമാണ്, പൂരിപ്പിക്കാം. ഒന്ന്, ഉൽ അസ്മുകളുടെ പ്രധാന ഗുണം അവരുടെ ഡേഷ് സഹനവുമാണ്. അവിടെ എഴുതാനുള്ളത് ക്ഷമയും എന്നുള്ളതാണ്. അതവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, ഖുറൈശിലെ ഡേഷ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം. അവിടെ ബനു തൈമാണ് എന്നുള്ളതാണ്. മൂന്നാമത്തത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഡേഷ് യുദ്ധത്തിന് 600 ഒട്ടകവും അവക്ക് വേണ്ട സാമഗ്രികളും നൽകി. അപ്പൊ അവിടെ തബൂക്ക് എന്നാണ്, തബൂക്ക് യുദ്ധത്തിനാണ്. അവിടെ തബൂക്ക് എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തത്, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇശാഇന് എടുത്ത വുളു കൊണ്ട് 40 വർഷം സുബ്ഹി നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ 40 എന്നുള്ളതാണ് എഴുതാനുള്ളത്. അഞ്ചാമത്തത്, അലി റളിയല്ലാഹു അൻഹു ഹിജ്റ ഡാഷ് 4-ാം ഖലീഫയായി അധികാരമേറ്റു. അപ്പൊ 35 എന്നാണ്. അലി റളിയല്ലാഹു അൻഹു ഹിജ്റ 35 4-ാം ഖലീഫയായി അധികാരം ഏറ്റു. അപ്പൊ ദുആ വസിയത്തോടെ നിർത്തുന്നു. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.